ഹലോ കുട്ടികളെ, ഇന്നും നമുക്ക് ഓൺലൈൻ ക്ലാസ് ആണ്. കാരണം കാരണം കുറച്ച് ദിവസമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്കൂളിൽ ഒരുപാട് ലീവുകൾ വരുന്നുണ്ട്. അപ്പോൾ ആ ലീവുകൾ കാരണം ഒരുപാട് പാഠഭാഗങ്ങൾ നമുക്ക് ട്യൂഷൻ സെന്ററും തുറക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. കാരണം നമ്മളെ തൊട്ടടുത്ത് തോടും അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായത് അപകടകരമായ സാധ്യതകൾ കൂടിയതുകൊണ്ട് നമ്മൾ ട്യൂഷൻ സെന്ററിൽ അവധി കൊടുത്തിരിക്കുകയാണ്. മാത്രമല്ല, ഈ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, പഠിക്കണം. കാരണം സ്കൂളില്ലാ കരുതിയിട്ട് നമ്മൾ പഠിക്കാതെ ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒയാസിസ് അക്കാഡമി എന്ത് ചെയ്യുന്നത്, ഓൺലൈൻ ക്ലാസ് നടത്തി തരുന്നത്. ഇപ്പോൾ നമ്മൾ 7ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇപ്പോൾ മൂന്നാമത്തെ പാഠമാണ് ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത്. മൂന്നാമത്തെ പാഠത്തിന്റെ പേര് ദ വേൾഡ് ഓഫ് ഇലക്ട്രിസിറ്റി. എന്താണ്? ദ വേൾഡ് ഓഫ് ഇലക്ട്രിസിറ്റി. ഇന്ന് നമുക്ക് കറണ്ട് ഇല്ലാതെ ജീവിക്കാൻ പറ്റൂല. കാരണം രാത്രി ഫാനില്ലാതെ ഉറങ്ങാൻ പറ്റാത്ത ആൾക്കാരുണ്ട്, ലൈറ്റ് ഇല്ലാതെ ഉറങ്ങാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. മാത്രമല്ല, കറണ്ട് കൊണ്ടാണ് വീട്ടിലെ ഒരുവിധം പണികളെല്ലാം തീരുന്നത്. അപ്പൊ ഈ കറണ്ടിനെ കുറിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു പാഠത്തിൽ പഠിക്കുന്നത്. ഇപ്പൊ മുന്നിൽ കണ്ടു, ഈ പാഠം തുടങ്ങുമ്പോൾ തന്നെ അതിലൊരു മുത്തശ്ശനും അതേപോലെ ആ മുത്തശ്ശൻ്റെ ഒരു പേരക്കുട്ടിയും കാണുന്നുണ്ട്. അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഓ, ദ പവർ ഇസ് ഓഫ്, ക്യാൻ സീ എനിത്തിങ്. അതാ എന്ത്, കറണ്ട് പോയി, എനിക്കൊന്നും കാണുന്നില്ല. അപ്പൊ ആ കുട്ടി തിരിച്ചു പറയാണ്, ദർ ഈസ് എൻ എമർജൻസി ലാമ്പ്, ജസ്റ്റ് സ്വിച്ച് ഓൺ ഗ്രാൻഡ് പാ. അപ്പൊ ഗ്രാൻഡ് പാ, അവിടെ ഒരു എമർജൻസി ലാമ്പ് ഉണ്ട്, അപ്പൊ അതൊന്ന് ജസ്റ്റ് ഓൺ ആക്കിക്കോളൂ എന്ന് പറയും. അപ്പോ ഈ ഒരു ചിത്രത്തിൽ നിന്ന് എന്താ മനസ്സിലായത്? പണ്ടത്തെ കാലത്ത് എന്തുണ്ടായിരുന്ന, ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ കറണ്ട് പോയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാനുള്ള ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി നമ്മൾ പല രൂപത്തിലുള്ള ഡിവൈസുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലൊരു ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണിത്, എമർജൻസി ലാമ്പ്. കറണ്ട് പോയാൽ നമുക്ക് എന്ത് കാണാം, ലൈറ്റ് കാണാൻ പറ്റും. കാരണം ഇലക്ട്രിസിറ്റി ഇല്ലാതെ മുന്നോട്ടുള്ള ഒരു കാലത്ത് നമുക്ക് ജീവിക്കാൻ പറ്റൂല. അപ്പൊ ആ ഇലക്ട്രിസിറ്റിയുടെ ലോകത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്നത്തെ ക്ലാസ്സിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി ഉണ്ടാവുന്നത്, എവിടെ നിന്നൊക്കെ നമുക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ പറ്റും, മാത്രമല്ല ഈ ഇലക്ട്രിസിറ്റി എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുക, എങ്ങനെയാണ് ശേഖരിച്ച് വെക്കുക, മാത്രമല്ല ഈ ഇലക്ട്രിസിറ്റി എന്തുകൊണ്ടാണ് ഇത്ര പോപ്പുലറായിട്ട്, ഇത്ര പ്രധാനപ്പെട്ട ഒരു സാധനമായിട്ട് മാറിയത് എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വരുന്ന ഭാഗങ്ങളിലൂടെ നമുക്ക് പഠിക്കാം. അപ്പോൾ ഒരു വീട്ടിൽ പെട്ടെന്ന് കറണ്ട് പോയാൽ നമ്മൾ എന്താ ചെയ്യുക? വാട്ട് ഡു വി യൂഷ്വലി ഡു ടു ഗെറ്റ് ലൈറ്റ് വെൻ ദർ ഇസ് എ പവർ ഫെയിലിയർ? ഒരു കറണ്ട് പോയി കഴിഞ്ഞാൽ, നമ്മളെ വീട്ടിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പവർ ഫെയിലിയർ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്തൊക്കെ ചെയ്യുക? ഒന്ന്, നമ്മളൊരു ക്യാൻഡിൽ യൂസ് ചെയ്യും. അത് ഈ ഇതിൽ തന്നെ തന്ന ഒരു ക്യാൻഡിൽ യൂസ് ചെയ്യും. അത് മാത്രമല്ല, നമ്മൾ എമർജൻസി ലാമ്പുകൾ യൂസ് ചെയ്യും. ലാൻഡേൺസ്, നമ്മളെ മണ്ണെണ്ണ വിളക്ക്, അതേപോലെ ഈ ഏതെങ്കിലും ഇലക്ട്രിക് ലാൻഡേൺസ്, ഏതെങ്കിലും രൂപത്തിലുള്ളൊരു സംഭവം നമ്മൾ യൂസ് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യാറ്. കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കാൻഡിൽസ് യൂസ് ചെയ്യാറുണ്ട്, മെഴുകുതിരി യൂസ് ചെയ്യാറുണ്ട്, ലാൻഡേൺസ് യൂസ് ചെയ്യാറുണ്ട്, മാത്രമല്ല എന്ത് യൂസ് ചെയ്യാറുണ്ട്? എമർജൻസി ലൈറ്റ് എന്ന് വെച്ചാൽ നമ്മളെ പണ്ട് കാലത്തൊക്കെ വളരെ വളരെ പോപ്പുലർ ആയിട്ടുള്ള സാധനമായിരുന്നു ഈ എമർജൻസി ലൈറ്റ്. ഗൾഫിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർ കൊണ്ടുവരുന്ന ഒരു സംഭവമായിരുന്നു കൂടുതലായിട്ട്. എന്നിട്ട് അത് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുക, ആൾക്കാർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം കറണ്ട് പോയാലും ലൈറ്റ് ഇരിക്കാമല്ലോ, വെറുതെ ഒരു അവസ്ഥ വരുന്നില്ലല്ലോ. അപ്പൊ പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ യൂസ് ചെയ്തിരുന്ന കാര്യം എന്തായിരുന്നു? ഒന്നെങ്കിൽ മെഴുകുതിരി കത്തിക്കും, അതല്ലെങ്കിൽ വിളക്ക് കത്തിക്കും, ലാൻഡേൺസ് കത്തിക്കും. അത് കഴിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എമർജൻസി ലാമ്പ് കത്തിക്കും. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് ഒരു പുതിയ സൊല്യൂഷനും കൂടെ ഉണ്ട്. നമ്മൾ എന്തും കൂടെ യൂസ് ചെയ്യും, മൊബൈൽസ് യൂസ് ചെയ്യും. കാരണം ആ മൊബൈൽസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് കാര്യമുണ്ട്. മൊബൈൽസ് ഉപയോഗിച്ച് നമുക്ക് ബാക്കിയുള്ള ആൾക്കാരെ കോളും ചെയ്യാം, മാത്രമല്ല അതിന്റെ പിന്നിൽ ഫ്ലാഷ് ലൈറ്റ് ഉണ്ടാവും. ആ ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിച്ച് നമുക്ക് ലൈറ്റ് കാണും ചെയ്യാം. ഇത്ര കാര്യങ്ങളാണ് നമ്മളിപ്പോ ന്യൂഡ് എന്താണ് ന്യൂജനായിട്ട് ചെയ്യുന്ന കാര്യങ്ങളും പഴയ കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുന്നത്. നമുക്ക് അടുത്ത ടോപ്പിക്, ഇതാണ് നമ്മളെ പണ്ടത്തെ കാലത്തെ എമർജൻസി ലാമ്പ്. അപ്പൊ നോക്കി നോക്കി, ഈ എമർജൻസി ലാമ്പിൽ എന്തൊക്കെ ഉണ്ടാവും? പുറത്തൊരു ബോർഡ് ഉണ്ട്, ഇല്ലേ? പുറം ഭാഗത്ത് ഒരു ബോർഡ് ഉണ്ട്.
ആ പുറം ഭാഗത്ത് ബോഡി മാത്രമാണോ ഉള്ളത്? അല്ല, ഉള്ളിൽ എന്തുണ്ട്? ഒരു ബൾബ്സ് എന്ന് വെച്ചാൽ ബൾബ് ഉണ്ട്. ലൈറ്റ് കത്തണമെങ്കിൽ എന്ത് വേണം? ബൾബ് നിർബന്ധമാണ്. മാത്രമല്ല ഇതിൻ്റെ ഉള്ളിൽ ഉറപ്പായിട്ടും എനർജിക്ക് വേണ്ടി എന്തെങ്കിലും ഉണ്ടാവില്ലേ? പിന്നെ അവയൊക്കെ കണക്ട് ചെയ്യാനുള്ളൊരു കണക്ഷൻസും ഉണ്ടാവും. അപ്പോൾ ഒരു എമർജൻസി ലാമ്പിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണ്? ബോഡി, അതിന്റെ ബൾബ്, പിന്നെ എനർജിക്ക് വേണ്ടിയുള്ള ഒരു സോഴ്സ്, മാത്രമല്ല അവ തമ്മിൽ ഒരുമിച്ച് വെക്കുന്ന ഒരു കണക്ഷൻ. പിന്നെ ഇതിനെ പല രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? യൂസ് ചെയ്യുന്നു. അപ്പോൾ ബോഡി ഇത് കണ്ടോ, ഈ ഒരു എമർജൻസി ലാമ്പ് നമ്മൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കും, മുന്നിൽ ഈ കാണുന്ന ഭാഗത്താണ് ബൾബ്. ഇത് മൊത്തത്തിൽ എന്താണ്? ഒരു ബോഡി. അതിൻ്റെ ഉള്ളില് എനർജിക്ക് വേണ്ടി നമ്മൾ ഒരു സാധനം യൂസ് ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു മിനിറ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്. എന്തായിരിക്കും നമ്മൾ ഇത് കത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആ എനർജി, ആ ഊർജത്തിന് വേണ്ടിയുള്ള സാധനം എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്ക്. കിട്ടിയോ? മനസ്സിൽ ഇപ്പോൾ ഒരു ചിത്രം വന്നു. നമുക്ക് എന്താ അതിനെന്ത് വിളിക്കാം? ബാറ്ററി എന്ന് വിളിക്കാം. അതിനെന്ത് വിളിക്കാം? ബാറ്ററി എന്ന് വിളിക്കാം. ഒരു എമർജൻസി ലാമ്പ് വർക്ക് ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ടും വേണ്ട സാധനമാണെന്ത്? എനർജി സോഴ്സ്. അതാണ് നമ്മുടെ ബാറ്ററി. അതാണ് നമ്മുടെ ബാറ്ററി. പിന്നെ ഈ ബാറ്ററിനെ എന്തുമായിട്ട് കണക്ട് ചെയ്യണം? ബൾബുമായിട്ട് കണക്ട് ചെയ്യണം. ഈ ബൾബുമായിട്ട് കണക്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? വയറുകൾ യൂസ് ചെയ്യും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന് വേണ്ട ബോഡി കൊടുക്കുന്നു. അങ്ങനെ അതിന്റെ പുറത്ത് ഭാഗത്ത് ബൾബ് കാണുന്ന രൂപത്തിൽ ചെയ്യുന്നു. ഉള്ളിൽ ബാറ്ററി അറേഞ്ച് ചെയ്യുന്നു. വയറുകൾ കൃത്യമായി അറേഞ്ച് ചെയ്യുന്നു. എന്നിട്ട് അതൊക്കെ ഒരു സാധനത്തിനുള്ളിൽ അതിന്റെ ബോഡിയിൽ വെക്കുന്നു. അത് നോക്കി നോക്ക്. അപ്പൊ മൊത്തത്തിൽ നമ്മൾ ഒരു എമർജൻസി ലാമ്പ് എന്ത് ചെയ്തു? ക്രിയേറ്റ് ചെയ്തു. ഇത്രയും സാധനങ്ങൾ മാത്രമാണ് നമുക്ക് ഒരു എമർജൻസി ലാമ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടത്. എമർജൻസി ലാമ്പ് ഉണ്ടാക്കാൻ വേണ്ട ആവശ്യം എന്തൊക്കെയാണ്? ഒരു ബോഡി വേണം, പിന്നെ കുറച്ച് ബൾബുകൾ വേണം, എനർജി സോഴ്സിന് വേണ്ടി ബാറ്ററി വേണം, മാത്രമല്ല ഇവയെല്ലാം കണക്ട് ചെയ്യാൻ ഒരു വയറും വേണം. അങ്ങനെ നമുക്ക് നോക്കാം ഈ ഇലക്ട്രിസിറ്റി എന്തുകൊണ്ട് എത്ര പോപ്പുലർ ആയത്. ഇതില് പോപ്പുലർ ആവാനുള്ള പ്രധാനപ്പെട്ട റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇലക്ട്രിസിറ്റിന്ന് ഏത് ഫോമിലേക്ക് വേണമെങ്കിലും പെട്ടെന്ന് മാറ്റാൻ പറ്റും. അതിനെ എളുപ്പത്തിൽ മാറ്റാൻ പറ്റുന്ന ഒരു ഊർജ്ജ രൂപമാണ് എന്ത്? നമ്മളുടെ വൈദ്യുതി അഥവാ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. നമുക്ക് അതിനെ ഈസിലി കൺവേർട്ടഡ് ഇൻ ടു മെനി അതർ ഫോംസ് എന്ന് വെച്ചാൽ ഒരുപാട് മാർഗങ്ങളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റാൻ പറ്റും. പല ഊർജ്ജ രൂപത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റാൻ പറ്റും. എന്ന് വെച്ചാൽ നമുക്ക് ഊർജ്ജങ്ങൾ നമ്മൾ കഴിഞ്ഞ പാഠത്ത് പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലങ്ങളിലും കഴിഞ്ഞ പാഠങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെ? എനർജി. എനർജി ഒരുപാട് ടൈപ്പ് ഉണ്ട്. ഇപ്പൊ താപോർജ്ജം, ഹീറ്റ് എനർജി, അതേപോലെ ലൈറ്റ് എനർജി, സൗണ്ട് എനർജി. ഈ എനർജികളിലേക്കെല്ലാം നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? ഇലക്ട്രിസിറ്റി യൂസ് ചെയ്ത് ഈ എല്ലാ എനർജികളും എന്ത് ചെയ്യാൻ പറ്റും? ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് കുറച്ച് സാധനങ്ങൾ നോക്കാം. ഇവിടുത്തെ എനർജി ചേഞ്ചസ് നമുക്ക് നോക്കാം. ഒന്ന് നോക്കി നോക്ക്. ഇവിടുന്ന് എന്തൊക്കെ ഉണ്ടാവും? നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഡിവൈസുകൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഇവിടെ കുറച്ച് ഡിവൈസുകൾ തന്നിട്ടുണ്ട്. എന്താണ്? ഒരു ടിവിയുടെ റിമോട്ട്, ഒരു ക്ലോക്ക്, ഒരു ഫോണ്, പിന്നെ ഒരു എമർജൻസി ലാമ്പ്, പിന്നെ ഒരു ഇസ്തിരിപ്പെട്ടി, ഒരു അയൺ ബോക്സ്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഇതെല്ലാം വർക്ക് ചെയ്യുന്ന എനർജിയിലല്ലേ? നമ്മൾ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ടല്ലേ ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്? നമുക്ക് നോക്കാം. ബാറ്ററി ഈ ഒരു സംഭവത്തിൽ യൂസ് ചെയ്യുന്നത്, നമ്മളെ റിമോട്ടിൽ യൂസ് ചെയ്യുന്നത് ബാറ്ററിയാണ്. ഈ ബാറ്ററിയിൽ നിന്ന് കിട്ടുന്നത് എന്ത് തന്നെയാണ്? ഇലക്ട്രിസിറ്റിയാണ്. നമ്മളെ ഈ ക്ലോക്കിൽ യൂസ് ചെയ്യുന്നതും ബാറ്ററിയാണ്. അതിൽ നിന്ന് കിട്ടുന്നതും എന്ത് തന്നെയാണ്? ഇലക്ട്രിസിറ്റിയാണ്. എന്തിന്? നമ്മളെ മൊബൈൽ ഫോണിൽ പോലും നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? ബാറ്ററിയാണ്. അതിൽ നിന്നും എന്ത് തന്നെ കിട്ടുന്നത്? ഇലക്ട്രിസിറ്റിയാണ്. മാത്രമല്ല എമർജൻസി ലാമ്പ് ഒന്ന് ശ്രദ്ധിച്ച് നോക്ക്. എമർജൻസി ലാമ്പിന്റെ ഉള്ളിൽ രണ്ട് വിധത്തിൽ നമുക്ക് യൂസ് ചെയ്യാം. നേരിട്ട് കറണ്ടിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നേരിട്ട് കറണ്ട് വെച്ചിട്ട് യൂസും ചെയ്യാം. മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ ബാറ്ററി ഉണ്ട്. ആ ബാറ്ററി കറണ്ട് ഇല്ലാത്ത സമയത്ത് നമുക്ക് ഉപയോഗിക്കാം. മാത്രമല്ല അടുത്തത് നോക്കി നോക്ക്. നമ്മളെ വീട്ടിലെ പ്ലഗിൽ കണക്ട് ചെയ്ത് നമുക്ക് അയൺ ചെയ്യാൻ വേണ്ടി അയൺ ബോക്സ്. അതെന്താ ചെയ്യുന്നത്? ഇവയെല്ലാം ഓരോ ടൈപ്പ് എനർജികളായിട്ടാണ് മാറുന്നത്. നോക്കി നോക്ക്. ഈ ഒരു റിമോട്ടില് നമ്മൾ കാണുന്നത് എന്താണ്? ഒരു പ്രത്യേക തരത്തിലുള്ള ലൈറ്റാ. ആ ലൈറ്റ് നമ്മളെ കണ്ണിന് കാണാൻ പറ്റാത്തത് കൊണ്ടാണ്. എന്ന് വെച്ചാൽ അതും ഈ ഇലക്ട്രിസിറ്റിനെ എന്താക്കി മാറ്റാണ്? ഒരു ടൈപ്പ് ലൈറ്റ് എനർജി ആക്കി മാറ്റുകയാണ്. എന്നാൽ ഇതിലാണെങ്കിലോ, ക്ലോക്കിലാണെങ്കിലോ ആ ഒരു ബാറ്ററിയുടെ പവർ അല്ലെങ്കിൽ ബാറ്ററിയുടെ എനർജി യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്ത് ഈ ഇതിന്റെ ഓരോ ഒരു കറങ്ങൽ, ഒരു ക്ലോക്ക് വൈസ് ആയിട്ട് ഇങ്ങനെ കറങ്ങുന്നതാണ് വരുന്നത്. അതിന്റെ ഓരോ
സൂചികളും കറങ്ങുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ അത് എന്ത് എനർജി ആയിട്ടാണ് പറയുക? മെക്കാനിക്കൽ എനർജി അഥവാ യാന്ത്രികോർജ്ജമായിട്ടാണ് മാറുന്നത്. അടുത്തത് നോക്കി നോക്ക്, നമ്മുടെ മൊബൈൽ ഫോൺ. അതിന് കൃത്യമായിട്ട് നമുക്കൊരു എനർജി ഫോം പറയാൻ പറ്റൂല. കാരണം അതിൽ ലൈറ്റ് എനർജി ഉണ്ടാവുന്നുണ്ട്, സൗണ്ട് എനർജി ഉണ്ടാവുന്നുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള എനർജികൾ ആ ഒരു വസ്തുവിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്. അടുത്ത എമർജൻസി ലാമ്പ്. ഇവിടെ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ലൈറ്റ് ഉണ്ടാകുക, ഒരു ലൈറ്റ് എനർജി, ഒരു പ്രകാശ ഊർജ്ജം ഉണ്ടാവുന്നു. അടുത്തത് ശ്രദ്ധിച്ചു നോക്കൂ, അയൺ ബോക്സ്. അയൺ ബോക്സ് എന്താവല്? ചൂടാവുകയാണ് ചെയ്യാറ്. അപ്പൊ ഇലക്ട്രിസിറ്റി കൊടുത്ത ഈ അയൺ ബോക്സ് ചൂടാവും. അപ്പൊ അവിടെ ഉണ്ടാവുന്ന എനർജി എന്താണ്? താപോർജ്ജം അഥവാ ഹീറ്റ് എനർജി. അങ്ങനെ ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഇനി നമുക്ക് കുറച്ച് എനർജി നമുക്ക് തരുന്ന സംഭവങ്ങൾ നോക്കാം. അപ്പോൾ തുടക്കത്തിൽ നോക്കി നോക്ക്, ഇവിടെ കുറച്ച് ബാറ്ററികൾ തന്നിട്ടുണ്ട്. അതേ ബാറ്ററികൾ തന്നിട്ടുണ്ട്, അതേപോലെ പ്ലഗ് തന്നിട്ടുണ്ട്, പിന്നെ ഒരു സോളാർ സെല്ല് തന്നിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് എന്ത് തരുന്നതാണ്? എനർജി തരുന്ന ആൾക്കാരാണ്. അപ്പോൾ മറക്കരുത്, ഇവിടെ ഒരു സെല്ല് തന്നിട്ടുണ്ട്, ബാറ്ററി തന്നിട്ടുണ്ട്, ഒരു ഇലക്ട്രിക് പ്ലഗ് തന്നിട്ടുണ്ട്, മാത്രമല്ല എന്ത് തന്നിട്ടുണ്ട്? സ്വിച്ച് ബോർഡാണ്. അപ്പോൾ അത് തന്നിട്ടുണ്ട്. മാത്രമല്ല ഒരു സോളാർ പാനലും കാണിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇലക്ട്രിസിറ്റി നമുക്ക് തരുന്ന വസ്തുക്കളാണ്. അപ്പോൾ നമുക്ക് നോക്കാം, ഈ വൈദ്യുത സെല്ലുകൾ, ജനറേറ്റർ, സോളാർ സെല്ലുകൾ തുടങ്ങിയ വൈദ്യുതി നൽകുന്ന സംവിധാനങ്ങളാണ് എന്ത്? വൈദ്യുത സ്രോതസ്സുകൾ. അപ്പൊ നോക്കിക്ക, എന്താണ്? ഇലക്ട്രിക് സെൽസ്, ജനറേറ്റേഴ്സ്, സോളാർ സെൽസ് ആർ ദ ഡിവൈസ് that provide electricity. Devices that provide electricity are termed as sources of electricity. അപ്പോൾ നമുക്ക് എനർജി, നമ്മളുടെ ഇലക്ട്രിക് എനർജി തരുന്ന, ഇലക്ട്രിസിറ്റി തരുന്ന ആ വസ്തുക്കൾ അല്ലെങ്കിൽ ആ സംവിധാനത്തിന് വിളിക്കുന്ന പേരാണ് എന്ത്? വൈദ്യുത സ്രോതസ്സുകൾ അഥവാ സോഴ്സസ് ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ, ശ്രദ്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കാം. അപ്പൊ ഇവിടെ എന്തുണ്ട്? സെല്ലുകളുണ്ട്. അപ്പൊ സെല്ലുകൾക്ക് എവിടെ? നമുക്കറിയാം, സോളാർ പാനലിന് സൺലൈറ്റിൽ നിന്നാണ് എന്ത് കിട്ടുന്നത്? ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാനുള്ള എനർജി കിട്ടുന്നത്. മാത്രമല്ല നമ്മളെ ഇലക്ട്രിക്കൽ സ്വിച്ച് ബോർഡിന് എന്ത് കിട്ടുന്നത്? എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മളെ KSEB, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്, അവിടുന്ന് ജനറേറ്റർ ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്തിട്ട് ആ എനർജിയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഇലക്ട്രിസിറ്റി ആയിട്ട് ഇവിടെ കിട്ടുന്നത്. പക്ഷേ ഇവിടെ ഒരു 3 സാധനം തന്നിട്ടുണ്ട്. ഇവിടെ ഒരു 3 സാധനം തന്നിട്ടുണ്ട്. ഇതിനെ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് എന്ത്? ബാറ്ററി അല്ലെങ്കിൽ സെൽ. അപ്പൊ ഇതൊരു കെമിക്കൽ ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ്, ഒരു രാസികമായിട്ടുള്ളൊരു ഉപകരണമാണ്. അപ്പൊ ഇതിന്റെ ഉള്ളില് കുറെ കെമിക്കൽസ്, കുറെ രാസവസ്തുക്കളാണ് ഉള്ളത്. ആ രാസവസ്തുക്കളിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ ഒരു ഇലക്ട്രിക്കൽ എനർജി കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു ഭാഗത്ത് പറയുന്നത് എന്താണ്? ഇലക്ട്രിക് സെൽസ് ആർ ദ ഡിവൈസ് ദാറ്റ് ക്യാൻ കൺവേർട്ട് കെമിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. എന്താണ് ഇലക്ട്രിക്കൽ സെല്ലുകൾ? എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രിക്കൽ സെല്ലുകൾ എന്ന് പറയുന്നത് രാസോർജത്തിനെ ഇലക്ട്രിക്കൽ എനർജി അഥവാ വൈദ്യുതോർജ്ജമാക്കി മാറ്റാൻ കഴിവുള്ള ഡിവൈസുകൾ, ഉപകരണങ്ങളെ വിളിക്കുന്ന പേരാണെന്ത്? ഇലക്ട്രിക്കൽ സെൽസ്. ഈ ഇലക്ട്രിക്കൽ സെൽസിന്റെ ഉള്ളില് ഈ നമ്മളുടെ ഈ ഒരു ഇലക്ട്രിക്കൽ എനർജി, ഈ സെൽസിന്റെ ഉള്ളില് നമ്മളുടെ ഈ ഇലക്ട്രിക്കൽ എനർജി സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഏത് രൂപത്തിലാണ്? കെമിക്കൽ എനർജി എന്ന രൂപത്തിലാണ്. ആ കെമിക്കൽ എനർജിയാണ് എന്തായിട്ട് മാറുന്നത്? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നത്. അതാണ് നമ്മൾ ഓരോ ബാറ്ററിയിലും എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. അപ്പോ ശ്രദ്ധിച്ചു നോക്കുക, ഇവിടെ 2 ടേംസ് പറഞ്ഞു, സെല്ല് എന്നും പറഞ്ഞു, ബാറ്ററി എന്നും പറഞ്ഞു. അപ്പോ സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, രാസോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റാൻ അഥവാ എന്ത്? കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ യൂണിറ്റിനെ വിളിക്കുന്ന പേരാണെന്ത്? സെല്ല്. അപ്പൊ സെല്ലില് ഒരൊറ്റ ആളെ ഉണ്ടാവുള്ളൂ, അതിൽ ഒരൊറ്റ കമ്പോണന്റ് ഉണ്ടാവുള്ളൂ. പക്ഷെ ഒരുവിധം ഇവിടെ അടുത്ത 2 ചിത്രം നോക്കി നോക്ക്, 2 സെല്ലുകൾ കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ ഒരു കോമ്പിനേഷനെ വിളിക്കുന്ന പേരാണെന്ത്? ബാറ്ററി. ഒരു നമ്മൾ ബാറ്ററി സെൽ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ഒറ്റക്കുള്ള ഒരു സാധനത്തിനെ വിളിക്കുന്ന പേരാണെന്ത്? സെല്ല്. എന്നാൽ ഒന്നിലധികം സെല്ലുകൾ വന്നാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ബാറ്ററി. അപ്പോ ഈ ബാറ്ററിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ചേരി കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അതിന് ഒരുപാട് എനർജി. ഇപ്പൊ ഞാൻ പറയാണ്,
ഒരു സെല്ലിനാണെങ്കിൽ ഒരു പർട്ടിക്കുലർ എമൗണ്ട് എനർജിയെ കിട്ടുള്ളൂ, ഒരു നിശ്ചിത അളവ് എനർജിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെല്ലിന് പറ്റുള്ളൂ. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരു സെല്ലിന് ഒരു 1.5 വോൾട്ട് ആണ് എങ്കിൽ ഒരു ബാറ്ററി എന്ന് പറയുന്നത് 2 സെല്ലുകൾ കൂടിച്ചേർന്നതാണ്. അപ്പോൾ അതിന് 1.5 വെച്ച് ഒരു ബാറ്ററിയുടെ ടോട്ടൽ എത്ര വരും, 3 വോൾട്ട് വരും. അപ്പൊ നമുക്ക് അവിടെ കിട്ടുന്ന വൈദ്യുതോർജ്ജത്തിന്റെ അളവ് എന്ത് ചെയ്യാൻ പറ്റും, സെല്ലുകൾ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞത് മറക്കണ്ട, ഒറ്റക്കാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് സെല്ല് എന്നും, ഒന്നിൽ കൂടുതൽ സെല്ലുകൾ ഉള്ളതിനെ വിളിക്കുന്ന പേര് ബാറ്ററി എന്നും. അപ്പൊ കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ബാറ്ററിക്ക് ഒരു പോസിറ്റീവ് അഗ്രവും വേണം, അതേപോലെ ഒരു നെഗറ്റീവ് അഗ്രവും വേണം. അപ്പോൾ ഏത് ബാറ്ററി ആയിക്കോട്ടെ, അതിന് 2 സൈഡിലും നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുമോ, ഇല്ല. അപ്പോ ഈ ഒരു ചിത്രത്തിൽ നിന്നും നമുക്ക് എന്തിനും ഒഴിവാക്കി വിടാം, 3 ഉണ്ടെങ്കിൽ പോലും നമുക്ക് കൂടുതൽ വൈദ്യുതി കിട്ടുന്നത് ഏതാണെന്നാണ് ചോദിച്ചത്. പക്ഷെ ഇതിൽ 3 ഉണ്ടെങ്കിൽ പോലും നമുക്ക് അഗ്രഭാഗങ്ങളിൽ 2 മൈനസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയൂല, ഒരിക്കലും അവിടെ വൈദ്യുതി കിട്ടൂല. കാരണം ഇലക്ട്രിസിറ്റി വർക്ക് ചെയ്യുന്നെങ്കിൽ, അല്ലെങ്കിൽ വൈദ്യുതോർജ്ജം വൈദ്യുതോർജ്ജം പ്രവർത്തിക്കണമെങ്കിൽ അവിടെ പോസിറ്റീവും അതേപോലെ നെഗറ്റീവും നിർബന്ധമാണ്. അപ്പൊ അടുത്തൊന്ന് നോക്കുമ്പോൾ ഇവിടെ പോസിറ്റീവ് ഉണ്ട്, ഇവിടെ നെഗറ്റീവ് ഉണ്ട്. അപ്പൊ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം എന്താ, ഇത് വർക്കാവും. കാരണം ഒരു ഭാഗത്ത് പോസിറ്റീവ് ഉണ്ട്, അപ്പുറത്തെ ഭാഗത്ത് നെഗറ്റീവ് ഉണ്ട്. മാത്രമല്ല പോസിറ്റീവിനെ കണക്ട് ചെയ്തിരിക്കുന്നത് എവിടെയാണ്, നെഗറ്റീവ് ആണ്. അപ്പൊ ഇത് ശരിയായ ഒരു പിക്ചറാണ്. പക്ഷെ ഇവിടെയാണോ നമുക്ക് കൂടുതൽ പവർ കിട്ടുക, അല്ല. നോക്കി നോക്കാം, ഇവിടെ 3 ബാറ്ററി ഉണ്ട്. അപ്പൊ 3 ബാറ്ററിയും ഇത് ശരിയാണെങ്കിൽ, ഇത് നമ്മൾ ചെക്ക് ചെയ്തത് ശരിയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഏതാണ് ശരിയായ ഉത്തരം, സി ആണ് ശരിയായ ഉത്തരം. കാരണം അവിടെയാണ് കൂടുതൽ സെല്ലുകൾ ഉള്ളത്, അപ്പൊ അവിടെ ആയിരിക്കും കൂടുതൽ ഊർജം ഉണ്ടാവുക. അപ്പൊ 3 സെല്ലുകൾ ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യം നോക്കൽ എങ്ങനെയാണ്, 2 അഗ്രഭാഗങ്ങളിൽ പോസിറ്റീവും നെഗറ്റീവും ഉണ്ടോ നോക്കും. അപ്പൊ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. പിന്നെന്താ നോക്കേണ്ടത്, ഓരോ കണക്ട് ചെയ്ത ഭാഗത്തും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടോ നോക്കുക. അപ്പൊ ഈ ഒരു ഭാഗത്തും അതെന്തുണ്ട്, പോസിറ്റീവ് നെഗറ്റീവും ഉണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ സെല്ലുകൾ ഉള്ളത് എവിടെയാണ്, സിയിലാണ്. ശരിയായ രീതിയിൽ കണക്ട് ചെയ്തത് ഏതന്നെയാണ്, സി ആണ്. അപ്പോൾ ആൻസർ എന്താണ്, നമ്മുടെ സി ആണ്. അങ്ങനെ നമ്മൾ ബാറ്ററിനെ കുറിച്ച് പഠിച്ചു, സെല്ലിനെ കുറിച്ച് പഠിച്ചു. ഒറ്റക്കാവുമ്പോൾ അതിനെ വിളിക്കുന്ന പേര് സെല്ല് എന്നും, ഒരുപാട് സെൽസുകൾ ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് എന്താണ്, ബാറ്ററി എന്നുമാണ്. പക്ഷെ ബാറ്ററിയിൽ തന്നെ പല ടൈപ്പ് വിവിധങ്ങളായിട്ടുള്ള രൂപങ്ങളുണ്ട്. നമ്മൾ ഫോണിൽ യൂസ് ചെയ്യുന്ന ബാറ്ററി വേറൊന്ന്, റിമോട്ടുകളിൽ യൂസ് ചെയ്യുന്ന ബാറ്ററി വേറൊന്ന്. ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ ഫോണിലും അതേപോലെ ക്ലോക്കിലും യൂസ് ചെയ്യുന്ന ബാറ്ററിയുടെ വ്യത്യാസങ്ങൾ എന്തൊക്കെയായിരിക്കും, ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഒന്ന് ചിന്തിച്ചു നോക്കുക, നിങ്ങളുടെ മനസ്സിലേക്ക് അത് വന്നിട്ടുണ്ടാവും. നമ്മൾ ഈ ക്ലോക്കിലും അതുപോലെ എന്തിലും യൂസ് ചെയ്യുന്നുണ്ടാവും, മൊബൈൽ ഫോണിലും യൂസ് ചെയ്യുന്ന ബാറ്ററികൾ തമ്മിൽ വല്ല വ്യത്യാസമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ ലോകത്ത് തന്നെ 2 ടൈപ്പ് ബാറ്ററികളാണ് കാണപ്പെടുന്നത്. ഒന്ന് റീചാർജ് ചെയ്യാൻ പറ്റുന്ന ബാറ്ററിയും മറ്റേത് റീചാർജ് ചെയ്യാൻ പറ്റാത്ത ബാറ്ററിയും. നമ്മൾ ശ്രദ്ധിച്ചു നോക്കി, നമ്മൾ റിമോട്ടുകളിലും നമ്മുടെ ക്ലോക്കുകളിലൊക്കെ യൂസ് ചെയ്യുന്ന ബാറ്ററി കണ്ടിട്ടില്ലേ, ഉരുണ്ടിട്ട് സിലിണ്ടറിക്കൽ രൂപത്തിലുള്ള ആ ഒരു ബാറ്ററി ഒക്കെ ബാറ്ററി കഴിഞ്ഞ നമ്മൾ എന്താ ചെയ്യല്, പുതിയ ബാറ്ററി വന്ന് മാറ്റലാണ്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ബാറ്ററികളെ വിളിക്കുന്ന പേരാണ് എന്ത്, റീചാർജ് ചെയ്യാൻ പറ്റാത്ത ബാറ്ററി എന്ന് വിളിക്കും. അപ്പോൾ മൊബൈൽ ഫോണിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബാറ്ററികൾ എന്ന് പറയുന്നത് എന്താണ്, റീചാർജ് ചെയ്യാൻ പറ്റുന്ന ബാറ്ററികളാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൃത്യമായി ചെയ്യുന്നത്. അപ്പോ ഈ ബാറ്ററിയിലാണ് പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത്, റീചാർജ് ചെയ്യാൻ പറ്റുന്നത്. കാരണം നമുക്ക് മൊബൈൽ ഫോണൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, പല ടൈപ്പില് ഈ ബാറ്ററി ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കാൻ നമുക്ക് പറ്റൂല. അപ്പോ നമ്മൾ ഇനി ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്ക് പോവാണ്. നമുക്ക് ഈ ഒരു ടോപ്പിക് കൂടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ എനർജി നമുക്ക് എന്ത് ചെയ്യണം, എന്തിൽ യൂസ് ചെയ്യണം, പല രൂപങ്ങളിലേക്ക് മാറ്റണം. അപ്പൊ ലൈറ്റ് കിട്ടാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്, നമ്മൾ എന്ത് ചെയ്യും, ബൾബ് യൂസ് ചെയ്യും, ഇലക്ട്രിക്കൽ ബൾബ് യൂസ് ചെയ്യും.
അപ്പൊ നമുക്ക് 3 ടൈപ്പ് ബൾബുകളാണ് എന്ത് ചെയ്യുന്നത് നമ്മളുടെ പ്രധാനമായിട്ട് നമ്മളുടെ ചരിത്രങ്ങളിൽ കാണപ്പെടുന്നത്. ഒന്ന് ഫിലമെന്റ് ബൾബ്. ഈ ഫിലമെന്റ് ബൾബിന്റെ ഉള്ളിൽ ഒരു ഫിലമെന്റ് ആണല്ലോ, നമ്മൾ എല്ലാവരും കണ്ടുകൊണ്ട് മഞ്ഞ കളർ ബൾബ് കണ്ടിട്ടുണ്ടാവില്ലേ, ഒരു മഞ്ഞ കളർ ബൾബ്. അപ്പൊ ആ മഞ്ഞ കളർ ബൾബിലുള്ള ആ സാധനത്തിനെയാണ് ഫിലമെന്റ് ബൾബ് എന്ന് വിളിക്കുന്നത്. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോ അതെന്തായിട്ട് മാറി, കോമ്പാക്ട് ഫ്ലൂറസെന്റ് ലാമ്പായി നമ്മൾ വിളിക്കുന്ന CFL ആയിട്ട് മാറി. ഇനി ഇപ്പോ നമ്മളുടെ പുതിയ തലമുറ യൂസ് ചെയ്യുന്നത് എന്താണ്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് LED ബൾബുകളാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, സമീപകാലം വരെ നമ്മൾ യൂസ് ചെയ്തത് എന്താണ്, ഫ്ലൂറസെന്റ് ആണ്. അപ്പൊ ഫ്ലൂറസെന്റ് നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്ത് മാറ്റുന്ന എന്താണ്, നമ്മൾ ഇലക്ട്രിക്കൽ എനർജിനെ നന്നായി യൂസ് ചെയ്യണം. അപ്പൊ ഈ ഫിലമെന്റ് ലാമ്പിലുള്ള പ്രത്യേകതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് കൂടുതൽ താപോർജ്ജം, നമ്മൾ ബൾബ് യൂസ് ചെയ്യുന്ന എന്തിനാ, പ്രകാശം കിട്ടാൻ വേണ്ടി, ലൈറ്റ് കിട്ടാൻ വേണ്ടി. പക്ഷെ ഫിലമെന്റ് ബൾബുകളിൽ ലൈറ്റിനേക്കാൾ കൂടുതൽ എന്തായിരുന്നു, അത് ചൂടാവുകയാണ് ചെയ്തിരുന്നത്. അപ്പൊ ഒരുപാട് ഊർജ്ജ നഷ്ടം നമുക്ക് എന്ത് ചെയ്തു വന്നു. അതിനുശേഷം നമ്മൾ എന്ത് യൂസ് ചെയ്യാൻ തുടങ്ങി, CFL യൂസ് ചെയ്യാൻ തുടങ്ങി. CFL വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഊർജ്ജ രൂപം ഒക്കെ ഊർജങ്ങൾ ലൈറ്റ് ആയിട്ട് തന്നെ കിട്ടുന്നത്. മാത്രമല്ല അതിലെ എനർജി കുറവാണ്. അത് കുറച്ച് എനർജി കൊടുത്താൽ തന്നെ നല്ല ലൈറ്റ് ഒക്കെ കിട്ടും. പക്ഷെ അതിന്റെ ഒരു പോരായ്മ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളില് ഒരു കെമിക്കൽ ഉണ്ടായിരുന്നു. അത് നമുക്കും നമ്മുടെ സമൂഹത്തിനും എന്തായിരുന്നു, ഹാനികരായത് കാരണം ഇപ്പോ നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡുകൾ യൂസ് ചെയ്യാൻ തുടങ്ങി. ഈ ഡയോഡുകൾ സാധാരണ ഈ കഴിഞ്ഞ CFലും അതേപോലെ ഫിലമെന്റ് ബൾബിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ LED ബൾബുകൾക്ക് എന്ത് കുറവായിരുന്നു, എനർജി കുറച്ച് മതിയായിരുന്നു. മാത്രമല്ല ഒരുപാട് ലൈറ്റ് തരും. കുറച്ച് ഇലക്ട്രിസിറ്റി കൊടുത്താൽ, കുറച്ച് കറണ്ട് കൊടുത്താൽ വലിയ ഒരുപാട് ലൈറ്റ് തരും. മാത്രമല്ല ചൂടാവുന്നത് വളരെ കുറവായിരുന്നു. അത് മാത്രമല്ല ഇതിന് പൊതുവെ ഭൂമിക്ക് ഹാനികരമായി മാറ്റുന്ന ഒരു വസ്തുക്കളും എന്തിൽ അടങ്ങിയിരുന്നില്ല, ഈ ഒരു ബൾബിൽ അടങ്ങിയിട്ടില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. എല്ലാ കുട്ടികളും എന്ത് ചെയ്യണം, കൃത്യമായി ഈ ഒരു പാഠഭാഗം മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ വീഡിയോ കണ്ടിട്ട് എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യുക. വീട്ടുകാര് എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ ക്ലാസ് കാണുന്ന കുട്ടികളും ശ്രദ്ധിക്കുക. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീട്ടുകാർ, നമ്മളെ പാരൻസ് അല്ലെങ്കിൽ ഉപ്പയോ ഉമ്മയോ എന്ത് ചെയ്യണം, ഒരു വോയിസ് അയക്കണം. എൻ്റെ കുട്ടി വീഡിയോ കണ്ടിട്ടുണ്ട്, എൻ്റെ കുട്ടിക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു വോയിസ് അയക്കണം. ഇനി കുട്ടികളിൽ ചില പേർക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പൊ മനസ്സിലാവാത്ത ആൾക്കാർ എന്ത് ചെയ്യണം, വീണ്ടും ഒരു പ്രാവശ്യം കൂടി അത് കണ്ടിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ ആ മനസ്സിലാവാത്ത ആ ഒരു ഭാഗം എന്നെ എന്ത് ചെയ്യുക, കോണ്ടാക്ട് ചെയ്ത് എന്നോട് ചോദിക്കുക. ഇന്ന് തന്നെ അത് എന്ത് ചെയ്യണം, ചോദിക്കണം. അടുത്ത ദിവസത്തേക്ക് ഇതൊന്നും വെക്കരുത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാഠങ്ങൾ മുന്നോട്ട് നീങ്ങണം. കാരണം ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഒരു 7ാം ക്ലാസ്സിലെ കുട്ടിക്ക് ഒരു പുതിയൊരു അനുഭവമാണ്. കാരണം നമ്മൾ എന്നും യൂസ് ചെയ്യുന്ന ഒരു എനർജിയെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, കൂടുതൽ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ അടുത്ത ക്ലാസ് വരെ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇന്ന് തന്നെ എന്ത് ചെയ്യണം, ചോദിച്ച് ക്ലിയർ ചെയ്യണം. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഞാനത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അതിനനുസരിച്ചുള്ളത് പറഞ്ഞു തരും. എല്ലാ കുട്ടികൾക്കും ശുഭദിനം.